യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണാധികാരിയായി ഗാന്ധിജിയായിരുന്നു വരേണ്ടിയിരുന്നത്. കാരണം ഇന്ത്യയുടെ വികസനം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാവി വികസനം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹത്തിൻ്റെ ആശയപ്രകാരം ഇന്ത്യ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഗവൺമെൻറ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഭാഗധേയം തന്നെ മറ്റൊന്നാകുമായിരുന്നു. ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ ആകപ്പാടെ മാറി മറിയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പുതിയ ഭരണകൂടം നിഷ്കരുണം തള്ളിക്കളയുകയാണ് ചെയ്തത്. ആധുനിക ഇന്ത്യയുടെ ശില്പികളെന്നറിയപ്പെടുന്ന വ്യക്തികളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചത് ഇന്ത്യയുടെ നഗരങ്ങളിലൂടെയുള്ള പുരോഗതി മാത്രമാണ്. ഫലമോ ലക്ഷക്കണക്കിന് ഇന്ത്യൻ ഗ്രാമങ്ങൾ നിഷ്കരുണം പുരോഗതിയുടെ കാര്യത്തിൽ പിന്തള്ളപ്പെട്ടു, വളരെയധികം പിന്തള്ളപ്പെട്ടു. ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗ്രാമങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് 1947 എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമ കേന്ദ്രീകരണ വികസനം എന്ന പദ്ധതി പ്രസക്തമാകുന്നത്. ശേഷം കോൺഗ്രസ്സിന് ഗാന്ധിജിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടി, അധികാരം പങ്കിടാനുള്ള അവസരവും കിട്ടി. ഇനി എന്തിന് ഗാന്ധി, എന്ത് ഗാന്ധി? അങ്ങനെ ഗാന്ധിയെ പാടെ എല്ലാവരും തള്ളിക്കളഞ്ഞു. ശേഷം നെഹ്റു, മുഹമ്മദ് അലി ജിന്ന എന്നിവർ അധികാര പങ്കിടൽ ചർച്ചകളിൽ സജീവമായി. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ആരാവണം എന്നതിൽ കോൺഗ്രസ്സിൽ ചർച്ച നടന്നു. അതിൽ ചിലർ നെഹ്റുവിനെ പിന്തുണച്ചു, ചിലർ മുഹമ്മദ് അലി ജിന്നയെ പിന്തുണച്ചു. ഇതിൽ ഗാന്ധിജിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവട്ടെ എന്നതായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത് സ്വീകാര്യമായില്ല. അവരെല്ലാം നെഹ്റു പക്ഷക്കാരായിരുന്നു. നെഹ്റുവിനെ ഇന്ത്യയുടെ അധികാരം ഏൽപ്പിക്കാനായിരുന്നു അവർക്ക് തിടുക്കം.